നമ്മളൊരു ടൂറെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ബാഗേജിൻ്റെ ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഒരു 4-5 ഡേയ്സ് ട്രിപ്പാണെങ്കിൽ അത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ തെർമൽ വേല കാര്യങ്ങൾ അതൊക്കെ അവിടെ ഒരു സ്നോ ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് അതും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ളൊരു ബാഗ് പിന്നെ ഫോൾഡ് ചെയ്തിട്ട് അതും കൂടി വെക്കുന്നുണ്ട്. തിരിച്ച് വരുമ്പോൾ നമുക്ക് വെയിറ്റ് അധികമാണെങ്കിൽ ആ എക്സ്ട്രാ ബാഗിൽ വെക്കാമല്ലോ. അതുപോലെ തന്നെ ഈ ഒരു പഫോ ജാക്കറ്റ് ഇല്ലേ, ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്നതിന് പകരം സ്ട്രെയിറ്റ് ആയിട്ട് പെട്ടിൻ്റെ താഴെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ലഗേജിൽ സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ അതിൻ്റെ മേലെ വെക്കാൻ. ഇനി നമുക്ക് നമ്മൾ കാര്യമായിട്ട് മറക്കാണ്ട് എടുക്കേണ്ടതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ്, അതുപോലെ തന്നെ ടിഷ്യൂ, വൈപ്സ്, പിന്നെ സ്നോ ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഗ്ലൗ, അതുപോലെ തന്നെ പഫോ ജാക്കറ്റ്, ക്യാപ്പ് കാര്യങ്ങൾ. പിന്നെ ഞാനിപ്പം ഈ ഒരു യാത്രയിൽ ചെയ്തിട്ടുള്ള എന്താ പറയുക, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീന് കാര്യങ്ങളൊക്കെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇതുപോലെയുള്ള ബോട്ടിലാക്കിയിട്ട് എടുത്ത് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടായത്. ഫുള്ളായിട്ട് എടുക്കുമ്പോൾ നല്ലോണം വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും അവിടെ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മളെ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ ഒരു ചായയും കൂടി കുടിച്ചിട്ട് ടാക്സിയിൽ നമ്മളിപ്പോൾ ഇവിടത്തേക്കാണ് പോകുന്നറിയാം, അബുദാബി എയർപോർട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് എല്ലാവരെയും കൂടി കണ്ടുമുട്ടിയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, അബുദാബി ടു കസാക്കിസ്ഥാൻ. ലേഡീസ് ഉള്ളി ട്രിപ്പ് ആയതുകൊണ്ട് എന്തെല്ലാമൊക്കെ നമ്മൾ കരുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ. സി വി തണുത്ത വീഡിയോ.